രാജേട്ടൻ വയ്ക്കൂ. ശരി. ആരത്? ഞാനാ രമേ, ജയൻ. എന്താ രമേ വാതിൽ തുറക്കാൻ ഇത്ര താമസം? ഏയ് ഒന്നുമില്ല. ഓ, ഞാൻ വരാൻ താമസിച്ചുള്ള പരിഭവമായിരിക്കും ശ്രീമതിക്ക് അല്ലേ? ആ, നിനക്ക് വേണ്ടി എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കാണണ്ടേ? വാ വാ വാ. പൈസ നോക്കി കൊള്ളല്ലേ? ആ, ഈ സാരി നിനക്ക് നന്നായിട്ട് ചേരും. ഇതെല്ലാം വളരെ വില കൂടിയ സാരികളാണല്ലോ. പക്ഷെ ഇതൊന്നും ഞാൻ വില കൊടുത്ത് വാങ്ങിയതല്ല. പിന്നെ ചന്ദ്രശേഖരൻ സാർ ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് ഷിപ്പിലെ ക്യാപ്റ്റൻ കൊണ്ട് തന്നതാ. മുതലാളി ഹാർബർ വിസിറ്റിങ്ങിന് ചെല്ലുന്നതിനേക്കാൾ വലിയ സ്വീകരണമായിരുന്നു എനിക്ക്. താമസമാണെങ്കിൽ സ്വർഗീയ സുഖം. എനിക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തു തരണമെന്ന് മുതലാളി അടിക്കടി ഫോൺ ചെയ്ത് പറയുമായിരുന്നു. സത്യത്തിൽ ഇങ്ങനെ മുതലാളിയെ ലോകത്താർക്കും കിട്ടില്ല. ജയേട്ടൻ വേറെ വല്ലതുണ്ടെങ്കിൽ പറ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം എന്നോട് കാണിക്കുന്ന സ്നേഹം ഒരിക്കലും മറക്കാൻ കഴിയില്ല. പിന്നെ പിന്നെ അയാളുടെ ഒരു സ്നേഹം. നന്ദിയെ പറയരുത്. അദ്ദേഹം ആരാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. സ്വന്തം സഹോദരനെ പോലെയാണ് ആ മനുഷ്യനെ കാണുന്നത്. ഒന്ന് മതിയാക്കുന്നുണ്ടോ? ആ നാറിയെ മുതലാളി ഒന്ന് വിളിച്ചാലും മതി. എന്നെ അദ്ദേഹത്തിന് നാറിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തല്ലിപ്പോയത്. നന്ദി കരുത ഒരു അതിര് വേണം. എന്തിനാ നീ അങ്ങനെ പറഞ്ഞത്? പറഞ്ഞതോ ഇനി എന്നെ തല്ലാനുണ്ടെങ്കിൽ തല്ലിക്കോ, എന്നിട്ട് പറയാം. രമേ, ആ തെമ്മാടി നിങ്ങൾക്ക് ഉദ്യോഗക്കയറ്റം തന്നതും സൽക്കരിക്കുന്നതും ഒക്കെ സ്നേഹം കൊണ്ടല്ല, എന്നെ കണ്ടുകൊണ്ടാണ്. ജയേട്ടനെ ഹാർബറിലേക്ക് അയച്ചിട്ട് അയാൾ ഇന്നലെ രാത്രി കുടിച്ചു കൊണ്ടുവന്ന് എന്നെ കയറി പിടിച്ചു. നീ എന്താ പറഞ്ഞത്? നിങ്ങളൊരു പെണ്ണുകുട്ടിയായിട്ട് അവൻ കണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഞാൻ അവന്റെ വെപ്പാട്ടിയാകണമെന്ന്. സുവർണക്ഷേത്രത്തിൽ വെടി. അതേടാ, ഞാൻ തന്നെ. നീ എന്നെ മാനേജറാക്കിയത് എന്തിനാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നീ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കറിയില്ലല്ലേ. നീ എന്നെ ഹാർബറിലേക്ക് അയച്ചത് നിനക്ക് യാത്ര ചെയ്യാൻ പാടാത്തല്ലേ? ഹലോ, പോലീസ് സ്റ്റേഷൻ. നിങ്ങൾ എത്തിയില്ലായിരുന്നെങ്കിൽ ഇവൻ ഞങ്ങളെയും കൊല്ലുമായിരുന്നു.
എന്തിനാ വിഷമിക്കുന്നത്? കണ്ണീരിനോ മനസാക്ഷിക്കോ ഈ ലോകത്ത് യാതൊരു വിലയില്ല. അടുത്ത കോടതിയും എന്റെ ശിക്ഷ ശരിവയ്ക്കുകയാണെങ്കിൽ നീ എന്നേക്കുമായി എന്നെ മറന്നേക്കൂ. ഞാൻ ചേട്ടനെ മറക്കാനോ? രമേ, നീ എന്നെ സ്നേഹിച്ചു എന്നതിന്റെ പേരിൽ എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിച്ചു. ഇന്ന് ജയിൽ കിടക്കുന്ന ഒരുത്തന്റെ ഭാര്യ എന്ന നിലയിൽ നിന്റെ ബന്ധുക്കളോ സ്നേഹിതരോ അവരുടെ പടിവാതുക്കൾ പോലും ചെല്ലാൻ നിന്നെ അനുവദിക്കില്ലെന്ന് എനിക്കറിയാം. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിന് ജയേട്ടന്റെ അനുവാദം വാങ്ങാനാണ് ഞാൻ ഇപ്പോ വന്നത്. എന്ത് അനുവാദം? ജയേട്ടൻ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം പലയിടത്തും ഞാൻ ജോലിക്ക് അപേക്ഷിച്ചു. ഒരു നല്ല കമ്പനിയിൽ നിന്നും ഇന്റർവ്യൂവിന് കാർഡ് വന്നിട്ടുണ്ട്. നീ എവിടെയായിരുന്നാലും സമാധാനത്തോടുകൂടി ജീവിക്കുന്നുവെന്ന് മാത്രം എനിക്ക് കേട്ടാ മതി. വാടക കുടിശ്ശിയുടെ പേരിൽ വീട്ടുടമസ്ഥൻ വന്ന് വീട് പൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് ജോലി കിട്ടിയാൽ ഉടനെ ഞാൻ എഴുതാം. ആ അഡ്രസ്സിൽ മറുപടി അയച്ചാൽ മതി. ശരി, നീ പൊയ്ക്കൊള്ളൂ. എല്ലാം പറഞ്ഞതുപോലെ. എന്തോ നാടാ ബഹളം? ഒരു ക്രിക്കറ്റ് കളിക്കാൻ സമ്മതിക്കില്ലല്ലോ. അങ്ങോട്ട് നോക്കടാ. വേമ്പടാ, വേഗം പോണം മുന്നോട്ട്. അമ്മ എന്റെ ചില്ലറയില്ല. ചെക്ക് തന്നാലും മതി. ചെക്കോ? അതെ, പിച്ചക്കാശിന് പകരം ചെക്ക് സ്വീകരിച്ചാൽ മതി എന്നാ ഞങ്ങളെ യൂണിയന്റെ തീരുമാനം. ഇൻകണ്ടാക്ടറ ശല്യം കൊണ്ടാ. പിന്നിലേക്കുള്ള വഴി ഏതാ? ഇവിടുന്ന് നേരെ പോയി ഇടത്തോട്ട് തിരിയണം. ഇല്ല ചേച്ചി, ഇവിടുന്ന് നേരെ പോയി വലത്തോട്ട് തിരിയണം. ചുമ്മാ ഇല്ലേടി ചേച്ചി, ഇവരൊക്കെ ചേച്ചി വഴി തിരിപ്പിക്കാൻ വേണ്ടി പറയാണ്. ശരിക്കുള്ളത് ഞാൻ പറഞ്ഞുതരാം. പറയൂ. അത് അവിടെ തന്നെ ഞാൻ ചോദിച്ചാൽ മതി. പ്രായം കൂടിയ കളിയാക്കരുത്, ഞാൻ നമ്മളോട് പറഞ്ഞിട്ടില്ലേ? എല്ലാം കുസൃതി പിള്ളേരാ. അവരെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? അച്ഛനും അമ്മയും ആരെന്നറിയാതെ തെരുവിൽ വളരുന്ന പിള്ളേരാ. പക്ഷെ ഞാനെന്ന് പറഞ്ഞ ജീവന. ഞാൻ ഈ ടൗണിലുള്ള പല ഓഫീസുകളിലും ചോറ് കൊണ്ട് കൊടുക്കുന്നോളാ. തിരിച്ചു വരുമ്പം ഈ പാത്രത്തിലുള്ള മിച്ചം എല്ലാം ഈ പിള്ളേർക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ഇവരെല്ലാം എന്റെ കൂടെ താമസിക്കുന്നത്. പേരെന്താ? അമ്മിണി. ഞാനിവിടെ സ്പിന്നിങ് മില്ലിൽ ഇന്റർവ്യൂവിന് വന്നതാ. സ്ഥലമൊന്നും പരിചയമില്ല. അയ്യോ, മില്ലിലേക്ക് കുറെ ദൂരമുണ്ട്. എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. വലിയ ഉപകാരം. വരും. എടാ വരണടാ. അമ്മിണി എവിടെയാ താമസിക്കുന്നത്? എന്റെ സ്വന്തം വീടങ്ങ് ചന്തമുക്കിലാ. പക്ഷേ ഇപ്പൊ ആ ഭാഗത്തേക്ക് പോകാൻ എനിക്ക് പേടിയാ. അതെന്താ? ഞാനൊരു പരനാരയെ കയറി ലവ് ചെയ്തു. അവന്റെ കൂടെ ഒളിച്ചോടിയാ ഞാൻ ഈ ടൗണിലേക്ക് വന്നത്. പക്ഷേ അവൻ എന്നെ ചതിച്ചിട്ട് ഓടിക്കളഞ്ഞു. ഇനി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ എന്റെ ആങ്ങളെ ഒറ്റ ചവിട്ടിന് എന്റെ നടു ഓടിച്ചോളെ. ഞാൻ എടുത്തില്ല. ഇവൻ തന്നെയാ കുഞ്ഞെ എടുത്തത്. ഞാൻ കൈയോടെ പിടിച്ചപ്പോഴാ എന്നെ തല്ലി തോടാൻ കൊടുക്കടാ. മണിയാ, എന്താണ് ഇവനെ പരിശോധിക്കടാ. അങ്ങ് വെച്ചിരിക്കുക. ഇതാണോ നിങ്ങളുടെ പൈസ? ഇത് തന്നെയാ. രാജുവണ്ണ, ഇവൻ സാധാരണ പോക്കറ്റടിക്കാരനല്ല.
ഇവന്റെ ഈ നല്ലൊരു ഗ്യാങ് ഉണ്ട്. നിന്റെ ഗ്യാങ്ങിൽ എത്ര പേരുണ്ടോ? 10-20 പേരുണ്ട്. അടുത്ത മന്ത്രിസഭയുള്ള ആളുണ്ടല്ലോ. ഞാൻ ഈ മാർക്കറ്റ് ഉള്ളിടത്തോളം കാലം ഇവിടെ വന്ന് പോക്കറ്റ് അടിച്ചാലുണ്ടല്ലോ. നിന്റെ തൊലി കൊണ്ടായിരിക്കും മണി പേഴ്സ് ഉണ്ടാക്കുന്നത്. ഈ പേഴ്സ് കണ്ടുപോയി കൈ കൊണ്ട് അടിക്കാൻ പറ്റില്ല. നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അവന്മാർ ഇന്റർവ്യൂ വെച്ചത്. അവർ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് അവന്മാർക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നിയമിച്ചു കഴിഞ്ഞു. അയാൾ ആരാ? കോടതിയിൽ എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞവനാണ് അവൻ. പേര് മാത്യു. കുട്ടപ്പ, ഞാനൊരു എഴുത്തു തരാം. നീ അത് ഇന്ന് തന്നെ മാത്യുവിന്റെ മകളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. കൊടുക്കാവേ. മാത്യു ജയിലിലായതുകൊണ്ട് അവളുടെ സംരക്ഷണം മറ്റൊരാളെ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുതലാളി മനസ്സ് വെച്ചിരുന്നെങ്കിൽ മാത്യു ചായ ശിക്ഷിക്കപ്പെടുകയില്ലായിരുന്നു എന്നാണ് ജനസംസാരം. താക്കത്തി പബ്ലിക്. എടാ, അവൻ കുറ്റം സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ വണ്ടി അടിച്ച് ചത്തവന്റെ പേരിൽ ഞാൻ ജയിലിൽ പോകുമായിരുന്നു. വണ്ടി ഓടിച്ച് ഞാനാ. എങ്കിലും എത്ര നന്നായിരുന്നു. അല്ല, കഷ്ടമായി പോയനെ. പക്ഷെ ഒരു കാര്യം ആലോചിക്കുമ്പോ പേടിയാവുന്നു മുതലാളി. എന്താണ്? മുതലാളി ചെയ്യുന്ന ഈച്ച് ആൻഡ് എവരി ട്രബിൾസിനും ജയിലിൽ കയറേണ്ടി വരുന്നത് ഇവിടുത്തെ ജോലിക്കാരാ. ഞാൻ എപ്പോഴാ അകത്താകുന്നൊന്ന് നേരത്തെ അറിഞ്ഞാൽ കൊള്ളാം. എടാ മഠയാ, നീ എന്റെ സ്വന്തം ആളല്ലേ. നിന്നെ പോലെ എന്നോട് നന്ദിയും കൂറുമുള്ളവരെ ഞാൻ ഒരിക്കലും ചതിക്കാറില്ല. എന്റെ നന്ദിയെ കുറിച്ച് മുതലാളിക്ക് അറിയാമല്ലോ. വാലില്ലാത്തോണ്ടാ, ഇല്ലെങ്കിൽ നാട്ടി കാണിച്ചേനെ. റിയലി. എന്നായാലും ഞാൻ അകത്താ. എന്റെ രീതി. ഡി ബ്ലോക്കുകാരോട് ആഹാരം കഴിക്കാൻ പറയും. ഞാനാണോ വാച്ചർ വേല നിൽക്കുന്നത്? എന്താണെന്നും മിണ്ടാത്തത്? നീ കോടതിയിൽ എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞവരല്ലേ? ഞാൻ മുതലാളിക്ക് വേണ്ടിയാ സാക്ഷി പറഞ്ഞത്. മുതലാളിക്ക് വേണ്ടി നീ പറയില്ലല്ലോ.
നിങ്ങൾ ഏതാ? ഞാനിവിടെ സ്പിന്നിങ് മില്ലിൽ ഇന്റർവ്യൂവിന് വന്നതാ. പക്ഷേ ജോലി കിട്ടിയില്ല. നിങ്ങൾക്കിപ്പോ എവിടെ പോണം? എങ്ങോട്ട് പോണമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇവിടെ നിന്ന് സംസാരിക്കണ്ട, എന്റെ കൂടെ വരൂ. വരൂ. ഈ ഷെഡിലാണ് എന്റെ കാർ ഇടുന്നതും ഞാൻ താമസിക്കുന്നതും. രമ ഇരിക്കൂ. എന്നെ രക്ഷിക്കാൻ ദൈവമായിട്ടാണ് ചേട്ടനെ ഇവിടെ എത്തിച്ചത്. ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും മൃഗങ്ങളല്ല എന്ന് രമ മനസ്സിലാക്കിയാൽ മതി. രമ അതെല്ലാം അവിടെ വയ്ക്കൂ. ഈ ഫോട്ടോ അതെന്റെ ഭാര്യയും കുഞ്ഞുമാണ്. അവരിപ്പോൾ വീട്ടിലാണ്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ അവരെ പോയി കാണാറുള്ളൂ. അപ്പൊ ചേട്ടൻ ഭക്ഷണമൊക്കെ എവിടുന്നാ കഴിക്കുന്നത്? അതൊക്കെ സ്വന്തം പാചകം. രമ ഇപ്പൊ നോക്കൂ, അരമണിക്കൂറിനുള്ളിൽ ചോറും കറിയും റെഡിയാക്കി തരാം. അയ്യോ, ചോറും കറി ഞാൻ ഉണ്ടാക്കാം. ആയിക്കോട്ടെ, അതാണ് അടുക്കള. കുറച്ചുകൂടെ ചോറെടുത്തേ. അയ്യോ മതി. ആ പാത്രം ഇവിടെ വച്ചേക്കും, ഞാൻ കഴിയാം. രമേ. എന്തോ? രമ ആഹാരം കഴിച്ചിട്ട് ഇവിടെ കിടന്നു. അപ്പൊ ചേട്ടനോ? ഞാൻ പുറത്ത് കാറിൽ കിടന്നു. ശരി.